വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതേ രണ്ടുപേര് അവിടെ എത്തി. ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഹാംസ്റ്റർലി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ അതേ കുറേ ആൾക്കാരൊക്കെ അതിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, സമ്മർ പ്രോഗ്രാമൊക്കെ നടത്തിയിട്ട്. അപ്പോൾ എനിക്ക് സ്കൂൾ കൂട്ടലായ കാരണം കൊണ്ട് ഞങ്ങളിതേ ഒരു കാട് കാണാൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോഴത്തെ അപ്പുട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അത് പോണോ. ഇത്തിരി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അതല്ല, അവിടേക്ക് ഫേമസ് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. ഐസ്ക്രീം ഷോപ്പ്. അപ്പോൾ അതിൽ കൂടെ പോയ പാർക്ക്, ഇവിടെ പോയ എന്തൊക്കെയുണ്ട്. ഇതിങ്ങനെ സൈക്ലിങ്ങിനൊക്കെ ആൾക്കാർക്ക് പോകേണ്ട സ്ഥലമാണെന്ന് തോന്നണത്. പാർക്ക് എല്ലാവരും അമ്മയ്ക്ക് തന്നെ പുണ്യട്ടണം. അതിൻ്റെ ഉള്ളിൽ എന്തൊരു കൊമ്പ് കണ്ടിരുന്നില്ല അമ്മ. ആണോ? അതെന്ത് കൊമ്പായിരുന്നു? ചോക്ലേറ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ. ഓ പിന്നെ ഇതെങ്ങനെ ഇതേ കൂടെ ഒക്കെ ഇങ്ങനെ വഴിയുണ്ട്. കഞ്ഞാട്ട് നമ്മുടെ ലോബാൻസ് നിന്ന് വരുന്നതായിരിക്കും. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഇതൊക്കെ തന്നെ ഇത് ഇവരിങ്ങനെ സമ്മറായ കാരണം കൊണ്ട് ഇങ്ങനെ കുറേ പ്രോഗ്രാംസുകൾ ഇപ്പോൾ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ പേര് വരുന്നുണ്ട്. ദേ അമ്മയും മക്കളും അവിടെ നിന്നിട്ട് നോക്കിയാ പുണ്യ. ആ പുണി കയ്യത്ത് ഐസ്ക്രീം തീരാണ്ടിനി ഒന്നിലേക്കില്ല അല്ലേ. ഞങ്ങളിത് ഹാംസ്റ്റർലി ഫോറസ്റ്റിലത്തെ എന്താണ് ലാർജസ്റ്റ് ഫോറസ്റ്റ് ഇൻ കൗണ്ടി ദറാണ് കേട്ടോ. അത് 500 acres ഹിയർ ഫോർ യു എക്സ്പ്ലോർ. കുറേ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. പുണ്ണി ഇതിപ്പോൾ നമുക്ക് വെറുതെ വീട്ടിലിരുന്നപ്പോഴൊന്നും ഇറങ്ങിയത്. എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല, നോക്കി നോക്കാം. എന്തായാലും വന്ന് നോക്കി നോക്കാം. വന്നത് നഷ്ടാവോ നല്ലതാണോ എന്നറിയാലോ. ഓരോ പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞൊരു സ്ഥലം. ഇവിടേക്കാണ് അവിടെ ചേട്ടൻ കൊണ്ടുവന്നത്. അതെ നോക്കിയേ, വെള്ളമില്ല പക്ഷെ അവിടെ ഭയങ്കര ഇരുട്ട്. അപ്പൊ അതേ അവിടേക്ക് പോയ ഭയങ്കര ഇരുട്ടാണ്. അത് കാരണം കൊണ്ട് നമുക്ക് പോയി ഇവിടെ നിന്ന് നമുക്ക് നേരെ നടക്കാം. ദേ ആൾക്കാരും പിള്ളേരുടെ കൈകള് നായ്ക്കളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ മഴ പെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെളിയുടെ ഇതൊക്കെ ഉണ്ടേ. നമുക്ക് അവരൊക്കെ മുന്നേ പോവാം. വീഴാണ്ട് അറ്റം വരെ നടന്നിട്ട് പോവാ. എന്താ വേണ്ടേ? അങ്ങനെയല്ല, നടക്ക്. ഞാനാ ഞാൻ നടന്ന പൊട്ടിയിരുന്നല്ലോ. പിള്ളേർക്കുള്ളതല്ലേ.
ഏ അപ്പുണ്ണി അവിടെ എത്തി. ഇങ്ങനത്തെ ഓരോന്നും കാണുമ്പോഴും അപ്പുണ്ണി അവിടെ നിന്ന് നമ്മള് സ്ഥലത്തൊന്നും തോന്നുന്നില്ല എപ്പോഴും. അവിടെ നിന്ന് അങ്ങനെ കേറ്. ആ അച്ഛൻ കയറാൻ പോള്. എനിക്ക് ഇങ്ങനത്തെ കണ്ടു. ആ സ്റ്റെപ്പ് കയറി പോയാ മതിയില്ലേ? തലമുട്ടി ആ പുണിക്ക്. ഓ മൈ ഗോഡ്. മൊയിലും കുട്ടീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. Can you help mouse? എന്താ വേണ്ട മൊയിലും കുട്ടിക്ക്? Mouse want to take a yummy treat on the party. Can you pick some food for thing Gufala will like? My ice cream അല്ല ഇത്. ആ പുണ്യാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആള്. ഗ്രിഫല്ലോ ഗ്രിഫല്ലോ. എക്സ്പ്ലോർ ബൈ You are here നോണ്ടില്ലല്ലോ. ആ you are here. നോക്കി എടുക്കണത്. അപ്പൊ നമുക്ക് കൊറേ പോവാനുണ്ട്. വാടാ വാ പുണ്ണി, നമുക്ക് കൊറേ ഉണ്ട്. ടൈം കളയണ്ട. ദേ അതീ കൂടെ സൈക്കിളേഴ്സ് വരുന്നു അപ്പുറത്ത് കൂടെ. ഒരമ്മയും മക്കളും പോണണ്ട. ചെറുതായിട്ട് സണ്ണുണ്ട്, എന്നാലും വലിയ ചൂടോ തോന്നണില്ല, തണുപ്പും തോന്നണില്ല അല്ലേ? എന്തേ അത് കണ്ട ഒരു കുഴലിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്ത് നല്ല ഭംഗിയില്ല ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാണാൻ, ഇതിൽ കൂടെ കാണാൻ. സൂര്യ വെളിച്ചായ കാരണം കൊണ്ട്. അപ്പൊ എനിക്ക് ശരിക്കും വയ്യണ്ടായാ? എനിക്ക് പപ്പടിക്കും വയ്യണ്ടായിട്ടാ. എവിടെ പുണ്ണി? ആ പുണ്ണി നല്ല വെയിലുണ്ടടാ. ഒരാളിതേ ഒരു കുഴപ്പമില്ലാണ്ട് കൂളായിട്ട് ഇതേ പോണ്. അതേ കുപ്പായ പോരുണ്. ഞാനും അപ്പുണ്ണിയും ഇവിടെ നല്ലരി ഞങ്ങളുടെ നടപ്പ്. ഒരിയോ അപ്പുണ്ണി മൂരും കാണിക്ക്. ഓ നമുക്ക് രണ്ട് വഴി എത്തിയിട്ടാ. ഒരെണ്ണം അങ്ങനെ ഒരെണ്ണം ഇതും. ഞങ്ങൾ ഏത് വഴി പോണെന്ന് ചിന്തിച്ച് നിൽക്കാം. വാ പുണ്ണി, നമുക്ക് ഇതിൽ കൂടെ പോവാം. ആണല്ലേ? അപ്പം മുന്നത്തെ ഫാമിലി ഇതിൽ കൂടെ പോയത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ തന്നെ പോവാം. വഴി ദേ അവിടെ ബെഞ്ചുണ്ട്. ഇല്ല, ഇതാ പോസ്റ്റിൻ്റെ അവിടെ. ഞങ്ങൾ എന്നിരുന്നിട്ടേ റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഗുഡ് നൈറ്റ്. നല്ല വെയില കണ്ടോ? ഇതേ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഒരു മിനി കൊടൈക്കനാലാണ് കേട്ടോ. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയത്. പിന്നെ കുറച്ച് വെയിലും പിന്നെ ഇതുപോലെ നടത്തും. പിന്നെ ഈ കയറ്റാണ് സഹിച്ചൂടാത്തത്. അപ്പം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. കല്ല് കണ്ടപ്പോൾ പുണി ഓടി ചെന്നിരുന്നു പാവം കുട്ടി. എന്നിട്ടാ നോക്കട്ടെ. അതന്നെ, ടു ടയേർഡ്. അയ്യോ, ഇപ്പോഴേക്കും നമ്മുടെ മറ്റേ ബാക്കിലുള്ള ആൾക്കാരൊന്നും കാണാനില്ലല്ലോ, നമ്മുടെ മാത്രമായി. ഫൈൻഡ് ദി സൺലൈറ്റ്. ഇതൊന്ന് വായിച്ചു നോക്കിയേ. ദ ജാപ്പനീസ് വേർഡ് കൊഹമ്രഹി captures the joy of dappled sunlight through leaves and the presence of small glimmers of light will hope can always find. അപ്പോൾ ഇതാണ് ഇവിടെ സൺലൈറ്റ് ഉണ്ടെന്ന്. കുഴപ്പമില്ല, ഉള്ളതിനെ സംബന്ധിച്ച് ഇത്തിരി സൺലൈറ്റ് ഉണ്ട്. ഇത് അവിടെ നിന്ന് വന്നു, അവിടെ ഒരു ഇരുട്ടായിരുന്നു, അത് തന്നെ കൊണ്ടാണ് കേട്ടോ ഇവിടെ സൺലൈറ്റ് ഉള്ളത്.
സൺലൈറ്റും ഇവിടെ കൂരി ഇരുട്ടും കാണാൻ പറ്റുന്നുണ്ടോ അതില്ലേ? ഭയങ്കര ഇരുട്ടപ്പുറത്ത്. പക്ഷെ ഇവിടെ സൺലൈറ്റ് അപ്പുറം കുഴപ്പമില്ല. ഇന്നും അതെ നീലാകാശം. ഇത്രയും നേരം വരാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായില്ലേ? ഇതിൽ കൂടെ ഇറങ്ങാ പുണ്ണിയെ. അയ്യോ അവൻ അപ്പുറത്ത്. അപ്പുണ്ണി വഴി തെറ്റി, ഇപ്പുറത്ത് കൂടെ വാ. ഉണ്ട് ഇത്ര നേരം ആളൊന്ന് അടഞ്ഞു നിൽക്കായിരുന്നു. ഇവിടെ എന്താ ഉള്ളാന്ന് നോക്കിയാ പുണ്ണി? ആ വെള്ളത്തിൽ പോയി വീഴരുതോ? നല്ല ഭംഗിയുണ്ടല്ലേ? നമ്മൾ അന്നാളൊരിക്കൽ ബിഷപ്പിലത്തെ വേറൊരു ഇതിൽ കണ്ടില്ലേ? ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ആ ബിഷപ്പിലുണ്ടായിരുന്നത് ലോബാൻസ് അല്ല. അവിടെ നല്ല ഉണ്ട് ആക്സസ് സെന്ററിൽ. അയ്യോ പുണ്യ ചെരുപ്പ് ഊരി കൈ പിടിക്കായിരുന്നില്ലേ? ശരി, അവിടെ ആടെ ഉണ്ടാവണ്ടാണ് ചേട്ടാ. ഇതേ 2 പേർക്ക് അതിൽ കൂടെ പോകണമെന്നാണ് പറയണത്. ഞാൻ അപ്പുറത്ത് കൂടെ വരാട്ടാ. ഞാൻ അപ്പുറത്ത് കൂടെ പോട്ടെ, അവരെന്തായാലും അപ്പുറത്തേക്ക് എത്തും. ഇതേ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പിള്ളേര് ഓ ഞങ്ങള് ഇന്ന് തിരക്കേടില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും വീടെത്തട്ടെ. അവിടെ കഴിഞ്ഞു. ഞങ്ങളിത് പാർക്കിംഗ് സ്പേസിലേക്ക് പോവാണ്. ഇത്രയ്ക്കൊക്കെ ഉള്ളോ. അവിടെ നമ്മൾ വന്നു. അപ്പുണ്ണി മുമ്പിലാണ് എത്തി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾക്കിനി പാർക്കിംഗ് ഫീ അടയ്ക്കണം. ശരിയാ, കഴിഞ്ഞ വീട്ടിൽ പോട്ടെ.